നമസ്കാരം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവ വഴി സംസ്ഥാന സർക്കാർ ഓരോ സാധാരണക്കാരുടെയും വീട്ടുപടിക്കലേക്ക് എത്തിക്കുന്ന ചരിത്രപരമായിട്ടുള്ള വിവിധ ആനുകൂല്യങ്ങളെയും ജനക്ഷേമ പദ്ധതികളെയും കുറിച്ചുള്ള അതിപ്രധാനമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും തീർച്ചയായിട്ടും എല്ലാവരും APL, BPL, AY എന്നീ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഈ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക. അതോടൊപ്പം തന്നെ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. കാരണം സാധാരണയായിട്ട് പല സർക്കാർ സഹായങ്ങളും അത് കൃത്യസമയത്ത് അറിയാത്തതുകൊണ്ടും അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് വൈകുന്നതുകൊണ്ടും അർഹരായിട്ടുള്ള ഒട്ടനവധി ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിലവിൽ സംസ്ഥാനത്തുടനീളം വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഇപ്പോൾ അടിയന്തരമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ വാർഡുകളിൽ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നതിനും അതിന് അന്തിമ അംഗീകാരം നൽകുന്നതിനുമുള്ള വാർഡ് സഭകളും ഗ്രാമസഭകളും വിവിധ ഇടങ്ങളിൽ വളരെ സജീവമായി നടന്നു വരുന്ന സാഹചര്യത്തിൽ ഈ സുവർണാവസരം ഒട്ടും വൈകാതെ തന്നെ നമ്മൾ ഓരോരുത്തരും വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷിക്കാൻ പ്രധാനമായിട്ടും 2 രേഖകളാണ് ഓരോ കുടുംബത്തിൻ്റെയും പക്കൽ അടിയന്തരമായിട്ട് ഉണ്ടായിരിക്കേണ്ടത്. അതിൽ ഒന്നാമത്തേത് നിങ്ങളുടെ വീടുകളിലെ റേഷൻ കാർഡും, രണ്ടാമത്തേത് നാടിൻ്റെ ശുചിത്വ പരിപാലനത്തിനായിട്ട് വീടുകളിലെത്തുന്ന ഹരിത കർമ്മസേനയ്ക്ക് കൃത്യമായി യൂസർ ഫീ അടയ്ക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഹരിത കാർഡുമാണ്. റേഷൻ കാർഡിൽ പേരുള്ള പ്രായപൂർത്തിയായ ഏതൊരു വ്യക്തിയുടെ പേരിലും അവരുടെ യോഗ്യത അനുസരിച്ച് വ്യത്യസ്ത പദ്ധതികൾക്കായിട്ട് വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കാൻ നിയമപരമായി തന്നെ സാധിക്കുന്നതാണ്. അതിനാൽ ആരുടെ പേരിലാണോ അപേക്ഷ സമർപ്പിക്കുന്നത് ആ വ്യക്തിയുടെ ആധാർ കാർഡിൻ്റെ പകർപ്പും സാമ്പത്തിക ധനസഹായങ്ങൾ നേരിട്ട് അക്കൗണ്ടിലേക്ക് എത്തുന്നതിനായിട്ട് കൃത്യമായ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും അതുപോലെ പാസ്ബുക്കിൻ്റെ പകർപ്പും അപേക്ഷയോടൊപ്പം പ്രധാനമായും കരുതേണ്ടതുണ്ട്. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഹരിത കർമ്മസേനയ്ക്ക് മാസം തോറും കൃത്യമായ ഇടവേളകളിൽ നിശ്ചിത യൂസർ ഫീ, അതായത് 50 രൂപ വീതം മുടങ്ങാതെ അടച്ചു പോരുന്ന കുടുംബങ്ങൾക്കായിരിക്കും ഇത്തരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ അത് മുൻഗണനാ ക്രമത്തിൽ തന്നെ ഏറ്റവും ആദ്യമേ ലഭിക്കും. നേരെ മറിച്ച് യൂസർ ഫീ ഇനത്തിൽ വലിയ രീതിയിൽ കുടിശ്ശിക വരുത്തിയിട്ടുള്ള കുടുംബങ്ങൾക്ക് ഇത്തരം ജനക്ഷേമ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ സ്വാഭാവികമായിട്ടും വലിയ തടസ്സങ്ങളോ കാലതാമസമോ ഒക്കെ നേരിടാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്തുകളും നഗരസഭകളും ഒരുപോലെ കർശനമായിട്ട് സ്വീകരിക്കുന്ന ഈ മാനദണ്ഡം എല്ലാവരും ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണം അത് നമ്മുടെ വീടുകളിലുള്ള 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കായിട്ട് സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള സമാനതകളില്ലാത്ത പ്രത്യേക ധനസഹായ പദ്ധതികളാണ്. ഇതിൽ അപേക്ഷിക്കാൻ APL എന്നോ BPL എന്നോ ഉള്ള സാമ്പത്തികപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ ബാധകമല്ല. പ്രായമായവർക്ക് ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യമായി വേണ്ട ഊന്നുവടികൾ, അതുപോലെ പ്രത്യേക വീൽ ചെയറുകൾ, കിടപ്പിലായ രോഗികൾക്ക് ആശ്വാസമേകുന്ന വാട്ടർ ബെഡുകൾ തുടങ്ങിയ വിവിധ സഹായ ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും പൂർണ്ണമായിട്ടും സൗജന്യമായി നൽകുന്ന കട്ടിലുകൾ, കമ്പിളി പുതപ്പുകൾ എന്നിവയെല്ലാം തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യുന്നുണ്ട്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വാർഷിക ബജറ്റും ലഭ്യമായ ഫണ്ടും അനുസരിച്ച് വിതരണം ചെയ്യുന്ന സാമഗ്രികളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാമെങ്കിലും മുൻപ് ഇത്തരം ആനുകൂല്യങ്ങൾ ഒട്ടും ലഭിച്ചിട്ടില്ലാത്ത മുതിർന്ന പൗരന്മാർക്കും BPL വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ പദ്ധതികളിൽ പ്രത്യേക മുൻഗണന നൽകി പരിഗണിക്കുന്നതാണ്. മുതിർന്ന പൗരന്മാർക്ക് പുറമെ നമ്മുടെ വീടുകളെ ഒരു സ്വയം പര്യാപ്ത ജൈവഗൃഹമാക്കി മാറ്റുന്നതിനാവശ്യമായ വിപ്ലവകരമായിട്ടുള്ള ഒട്ടനവധി കൃഷി മാലിന്യ സംസ്കരണ പദ്ധതികളും ഇതിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. വീടുകളിൽ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായിട്ട് സംരക്ഷിക്കുന്നതിനുള്ള ബയോബിനുകൾ, അതോടൊപ്പം തന്നെ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റുകൾ എന്നിവ നിങ്ങളുടെ പുരയിടങ്ങളിൽ സ്ഥാപിക്കുന്നതിനായിട്ട് വലിയ തുകയുടെ പ്രത്യേക സബ്സിഡികളൊക്കെ തന്നെ ഈ സ്കീമിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ അടുക്കളത്തോട്ട നിർമ്മാണത്തിനുള്ള മികച്ച ഇനം പച്ചക്കറി തൈകൾ, ഗുണമേന്മയുള്ള ജൈവ വളങ്ങൾ, ക്ഷീര കർഷകർക്ക് ഏറെ സഹായകരമാകുന്ന തീറ്റപ്പുല്ല് കൃഷിക്കുള്ള സബ്സിഡികൾ, മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട മറ്റ് ധനസഹായങ്ങൾ എന്നിവയും ഇതിലൂടെ ലഭിക്കും. സ്വന്തമായി കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മുട്ടക്കോഴി വിതരണവും അവയെ പാർപ്പിക്കുന്നതിനുള്ള ആധുനിക കോഴിക്കൂട് നിർമ്മാണത്തിനുള്ള വലിയ സാമ്പത്തിക സഹായവും സബ്സിഡി നിരക്കിൽ ഓരോ വാർഡിലും ലഭ്യമാകുന്നുണ്ട്. ഇവ കൂടാതെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായിട്ട് വിദ്യാഭ്യാസ ഭവന നിർമ്മാണ മേഖലകളിലും 30-ലധികം വ്യത്യസ്ത പദ്ധതികളാണ് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലുമൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുള്ളത്. പാവപ്പെട്ട കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് തടസ്സമില്ലാതെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സവിശേഷമായിട്ടുള്ള സ്കോളർഷിപ്പുകൾ, സ്വന്തം വീടുകളുടെ ജീർണാവസ്ഥ പരിഹരിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുമുള്ള ഭവന മെയിൻ്റനൻസ് ധനസഹായങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സമൂഹത്തിൽ മുൻപന്തിയിലേക്ക് വരാൻ പ്രത്യേക സാമ്പത്തിക പാക്കേജുകളും, കുട്ടികൾക്ക് വീട്ടിലിരുന്ന് സമാധാനപരമായിട്ട് പഠിക്കുന്ന അന്തരീക്ഷം ഒരുക്കുന്നതിനായിട്ട് പഠനമുറി നിർമ്മാണ പദ്ധതി, അത് പ്രകാരം 2 ലക്ഷം രൂപ വരെയുള്ള വൻതോതിലുള്ള ധനസഹായങ്ങളും സർക്കാർ ഇതിലൂടെ ഉറപ്പു നൽകുന്നുണ്ട്. ഒട്ടനവധി ആനുകൂല്യങ്ങളടങ്ങിയ വലിയൊരു ലിസ്റ്റ് തന്നെ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള അപേക്ഷാ ഫോമിൽ ഉണ്ടാകുന്നതാണ്.
അതിനാൽ തന്നെ ഈ സുപ്രധാന ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ നഗരസഭയാണെങ്കിൽ അവിടെ നിന്നോ ലഭ്യമാകുന്ന നിശ്ചിത അപേക്ഷാ ഫോം അത് യാതൊരു തെറ്റുകളും കൂടാതെ കൃത്യമായിട്ട് പൂരിപ്പിച്ച് ആവശ്യമായ എല്ലാ രേഖകളുടെയും പകർപ്പുകൾ സഹിതം നിങ്ങളുടെ വാർഡിലെ ഗ്രാമസഭകളിൽ നേരിട്ടെത്തി സമർപ്പിക്കുക എന്നതാണ്. ഓരോ വാർഡിലും തിരഞ്ഞെടുക്കപ്പെടുന്ന നിശ്ചിത എണ്ണം ഗുണഭോക്താക്കൾ എന്ന പരിമിതി ഉള്ളതിനാൽ തന്നെ നമ്മൾ മുൻപ് സൂചിപ്പിച്ച കൃത്യമായ മാനദണ്ഡങ്ങളും മുൻഗണനകളും ഒക്കെ തന്നെ അനുസരിച്ചായിരിക്കും ഉദ്യോഗസ്ഥർ അപേക്ഷകളൊക്കെ തന്നെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നത്. അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം അടുത്തതായിട്ട് കൂടുന്ന ഗ്രാമസഭകളിൽ വെച്ച് ഗുണഭോക്തൃ പദ്ധതിയിലൂടെ അന്തിമ ലിസ്റ്റ് അർഹരായവരെ ഉൾപ്പെടുത്തി അംഗീകരിക്കുകയും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന തീയതികളെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന ഇത്തരം പദ്ധതികൾ നമ്മുടെ എല്ലാം തന്നെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുവാനും കൃത്യസമയത്ത് അപേക്ഷ നൽകി ഇത് നേടിയെടുക്കുവാനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.